ചാഴൂർ കമാൻഡ് മുഖത്തെ തടയണ തകർന്ന സംഭവത്തിൽ താൽക്കാലിക നടപടി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടയണയിൽ മൺചാക്കുകളിട്ട് ഇറിഗേഷൻ. സ്ഥലം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ജലമൊഴുക്ക് വർദ്ധിച്ചതോടെ കഴിഞ്ഞ ദിവസമാണ് കമാൻഡ് മുഖത്തെ കഴിഞ്ഞ വർഷം പുനർനിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. ഇതോടെ സമീപത്തെ 5 പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പും ഉയർന്നു. എന്നാൽ ഒരു ദിവസം പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല. പലരും വീട് വിട്ട് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. പിന്നാലെ പ്രതിഷേധം രൂക്ഷമാകുന്ന വേളയിലാണ് തകർന്ന തടയണയിൽ മൺചാക്കുകൾ ഇടുന്ന നടപടിയിലേക്ക് ഇറിഗേഷൻ കടന്നത്. ഇങ്ങനെ തകർന്ന ഭാഗത്ത് മൺചാക്കുകൾ നിരത്തുന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിലെ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. നടപടി ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതിഷേധക്കാർ ഉപരോധം അവസാനിപ്പിച്ചത്. ഹെർബർട്ട് കനാലിലേക്ക് കടന്നു വരുന്ന കമാൻഡ് മുഖം എന്ന ബണ്ട് പൊട്ടിയിട്ട് 3 ദിവസമായിട്ടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അവിടെ കടന്നു വന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടില്ല. ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ട് ഏകദേശം 600ഓളം ആളുകൾ 2 ക്യാമ്പുകളിലായിട്ട് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാനുള്ള കാരണം മേജർ ഇറിഗേഷന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത അനാസ്ഥ മൂലമാണ്. വെറും ഒരു ചാലിൽ കെട്ടുന്ന തടയണ പോലെ തന്നെ അവിടെയാണ് കെട്ടിയിട്ടുള്ളത്. ആ തടയണ ഈ വർഷം കാലവർഷം ശക്തമായപ്പോൾ ഈ തടയണ തള്ളിപ്പോവുകയും അവിടെ നിന്ന് വെള്ളം കടന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ KLDC കനാലുകളിലുള്ള കുളവാഴ ചണ്ടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടാണ് പല കുടുംബങ്ങളിലും വെള്ളം കയറുന്ന അവസ്ഥ വന്നത്. തടയണ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവിടെ ശരിയായിട്ടുള്ള രീതി പ്രവർത്തനം നടന്നില്ല. വീണ്ടും ഞങ്ങൾ ഇതേ സമരമായി ഇവിടെ വരും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കമാൻഡ് മുഖം സന്ദർശിച്ചു. തകർന്ന തടയണ നേരിൽ കണ്ട അദ്ദേഹം പ്രദേശവാസികളുടെ ആശങ്കകളും കേട്ടറിഞ്ഞു. പ്രശ്നത്തിന് താൽക്കാലിക തടയണയല്ല പോംവഴിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി ഇത് അഴിമതിക്കുള്ള കളമാണെന്നും കുറ്റപ്പെടുത്തി. ഈ ബണ്ട് ചെളിവെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തട്ടിപ്പാണ്, വലിയ അഴിമതിക്കും. അത് കേരളത്തിലെ മുഴുവൻ ബണ്ടുകളും അങ്ങനെ തന്നെയാണ്, അഴിമതി കൂമ്പാരങ്ങളാണ്. ഓരോ വർഷവും പണം ചെലവാക്കാനും അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാനുമുള്ള സമ്പ്രദായമാണ്. ജനങ്ങളുടെ ആവശ്യപ്രകാരം കമാൻഡ് മുഖത്ത് സ്ഥിരം സംവിധാനം ഒരുക്കാൻ ആവശ്യമെങ്കിൽ MP ഫണ്ട് വിനിയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം. തൊട്ട് മേലെയുള്ള സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത്. അതിന് 46 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നു. ആ ടെൻഡർ ആയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ പണി തുടങ്ങിയില്ല? കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ആ 46 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ അവർ പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ. ശരിക്കുള്ള മൺസൂൺ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി കളക്ടർ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം MLA-മാരും ഈ വെള്ളമൊഴുക്കുള്ള വാർഡുകളുടെ എല്ലാം മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന് സമഗ്രമായ ഒരു പദ്ധതിക്ക് ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിൽ ഏത് രീതിയിൽ സഹകരിക്കാൻ തയ്യാറാണ്. തകർന്ന തടയണ പുനഃസ്ഥാപിച്ചതിനൊപ്പം മഴയുടെ ശക്തി കുറഞ്ഞതും വെള്ളക്കെട്ട് ഭീഷണിയിലായ പ്രദേശവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കരുവന്നൂർ പുഴയോട് ചേർന്ന് ഈ കാണുന്ന കമാൻഡോ മുഖത്തെ താൽക്കാലിക തടയണ തകർന്നത്. നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന ഈ പ്രതിസന്ധിയോടെ ഒട്ടേറെ പ്രദേശവാസികൾ ശക്തമായ സമരവും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ ജനപ്രതിനിധികൾക്ക് ഇടപെടേണ്ടിയും വന്നു. അങ്ങനെ ഇപ്പോഴിതിന് ശാശ്വതമായ പരിഹാരമായില്ലെങ്കിൽ കൂടി താൽക്കാലികമായി ഈ തകർന്ന ഭാഗത്ത് മൺചാക്കുകൾ നിരത്തുന്ന നടപടിയിലേക്ക് എത്തേണ്ടി വന്നു അധികൃതർക്ക്. എന്തായാലും ശാശ്വത പരിഹാരത്തിനായി സ്ഥിരം തടയണമെന്ന ആവശ്യം ഇപ്പോഴും നീളുകയാണ്. കമാൻഡോ മുഖത്തു നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ K. മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.